വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 9-ാം അധ്യായം 17 മുതലുള്ള തിരുവചന ഭാഗം. ജന്മനാ അന്ധനായ ഒരുവനെ ഈശോ സൗഖ്യപ്പെടുത്തുന്നുണ്ട്. ഒരുപാട് പേര് ചോദിച്ചു, ഗുരു എന്തുകൊണ്ടാണ് ഇവൻ അന്ധനായത്? ഇവൻ്റെ പാപനിമിത്തമാണോ അതോ അവൻ്റെ മാതാപിതാക്കളുടെ പാപനിമിത്തമാണോ? നമ്മളും പലപ്പോഴും ചോദിക്കാറുണ്ടല്ലേ. എന്തെങ്കിലും തടസ്സമുണ്ടാകുമ്പോൾ, എന്തെങ്കിലും കുറവുകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മുടെ ഭാഷയും സമാനമായിരിക്കാം. അവൻ്റെ കുഴപ്പം കൊണ്ടാണ്, അവൻ പ്രാർത്ഥിക്കഴിഞ്ഞിട്ടാണ്, അവൻ്റെ മാതാപിതാക്കളുടെ കുഴപ്പമാണ്, ആ കുടുംബത്തിൻ്റെ ശാപമാണെന്നൊക്കെ പറയുമ്പോൾ ഈശോ ഇവിടെ പറയുന്നു, ദൈവത്തിൻ്റെ കൃപ അവനിൽ പ്രകടമാകേണ്ടതിന് വേണ്ടി മാത്രമാണ് ഈ ഒരു കുറവ് അവനുണ്ടായത്. സ്നേഹമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലെ കുറവെന്ന് കരുതുന്ന ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി നിനക്ക് അനുഭവവേദ്യമാകുവാനുള്ള ഇടം മാത്രമാണത്. നാമൊക്കെ പലപ്പോഴും പള്ളിയിലേക്ക് ഓടുക എപ്പോഴാണ്? നമുക്ക് ഏറെ ആവശ്യമായ ഇടങ്ങളിലാണ്. നീ എപ്പോഴെല്ലാം കരഞ്ഞിട്ടുണ്ടോ അപ്പോഴൊക്കെ നിൻ്റെ ശരണം ദൈവത്തെങ്കിൽ മാത്രമായിരിക്കും. സമൃദ്ധിയേക്കാൾ ഉപരിയായിട്ട് സങ്കടമുള്ളപ്പോഴാണ് നമുക്ക് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാറുള്ളത്. ഒറ്റപ്പെട്ടു പോകുമ്പോൾ, സങ്കടമുണ്ടാകുമ്പോൾ, ഒരുപാട് നന്മ ചെയ്തിട്ടത് അനുഭവത്തിലാകാതിരിക്കുമ്പോഴൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. ഞാൻ പറയാറുണ്ട് ഈശോയോട് കണ്ണുനീരോടുകൂടെ. നമ്മൾ ഓരോ പ്രാർത്ഥന അനുഗ്രഹമാണ്. അപ്പോൾ ജീവിതത്തിലെ തടസ്സങ്ങളെന്ന് പറയുന്നവയൊക്കെ ദൈവത്തിൻ്റെ കൃപകൾ നിന്നിലേക്ക് ഇറങ്ങി വരാനുള്ളൊരു ചാലകം മാത്രമാണെന്ന് തിരിച്ചറിയാം. ഈശോ പറയുന്നുണ്ട്, നീ ശീലോഹായിൽ പോയി കഴുകുക, അയക്കപ്പെട്ടവനിലേക്ക് പോവുക. ക്രിസ്തുവിൻ്റെ ചാര അണയുമ്പോഴാണ് നിനക്ക് പ്രകാശമുണ്ടാവുക, നിൻ്റെ കാഴ്ച തെളിമയുള്ളതായിട്ട് മാറുക. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ കാഴ്ച മങ്ങിയിട്ടുണ്ടെങ്കിൽ, ചില മഞ്ഞളിപ്പ് നമുക്കുണ്ടാവാം. ചില വസ്തുക്കൾ കാണുമ്പോൾ, ചില വ്യക്തികളെ കാണുമ്പോൾ, ചില വികാരത്തിൽ വീണു പോകുമ്പോഴൊക്കെ നമ്മുടെ കാഴ്ച മങ്ങിപ്പോവാം. യഥാർത്ഥമായ കാഴ്ച കാണാതെ നമ്മുടെ ഇഷ്ടത്തിനൊത്തവണ്ണമുള്ള കാഴ്ചകൾ കാണുമ്പോഴൊക്കെ ഓർത്തുകൊള്ളുക, നീ ജീവിക്കുക അന്ധകാരത്തിലാണ്. ശീലോഹായിൽ എന്ന് പറയപ്പെടുന്നത് പോലെ അയക്കപ്പെട്ടവനിലേക്ക്, മിശിഹായിലേക്ക് ചേർന്നിരുന്നു കൊണ്ട് നന്മയുടെ കാഴ്ചകളും പരിശ്രമിക്കാം. ഇന്ന് അമ്മ മാതാവിനോടൊപ്പമായിരുന്നു കൊണ്ട് ജപമണിയിലൂടെ കടന്നു പോകണം. ഓരോ ജപമണിയിലൂടെ നീ കടന്നു പോകുമ്പോഴൊക്കെ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയുണ്ടെന്നുള്ള തിരിച്ചറിവിലാവണം. നിൻ്റെ കൈയുടെ ചൂണ്ടുവരലിൽ തഴമ്പ് പിടിക്കണം, കൊന്തമണികൾ തെഞ്ഞു തീരണം. അതായിരിക്കണം പ്രാർത്ഥന. സങ്കടത്തോടുകൂടെ, സന്തോഷത്തോടുകൂടെ, അനുഗ്രഹത്തോടുകൂടെ ആയിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. അമ്മ മാതാവ് നമ്മൾ പ്രിയപ്പെട്ട അമ്മയാണ്. ദൈവം സമ്മാനിച്ച വലിയ അനുഗ്രഹത്തെ നന്ദിയോടെ ഓർക്കാം. കുറവുകളുണ്ടാകുമ്പോൾ, സങ്കടമുണ്ടാകുമ്പോൾ പതറിപ്പോവാതെ ഈശോയിൽ ശരണപ്പെടാനുള്ള ഒരു വലിയ കാരണമാക്കി മാറ്റാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.